പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബിൽറ്റ് ഇൻ ഫങ്ഷൻസിലെ മൂന്നാമത്തെ കാറ്റഗറി ആയിട്ടുള്ള സ്ട്രിംഗ് ഫങ്ഷൻസിലെ ആദ്യത്തെ രണ്ട് ഫങ്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്ട്രിംഗ് ഫങ്ഷൻസിലെ മൂന്നാമത്തെ ഫങ്ഷനാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത്. ആ ഫങ്ഷൻ്റെ പേരാണ് strcat. ഈ ഫങ്ഷൻ ഉപയോഗിക്കുന്നത് ഒരു സ്ട്രിങ്ങിനെ വേറൊരു സ്ട്രിങ്ങിലേക്ക് അപ്പെൻഡ് ചെയ്യാനാണ്. അപ്പെൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ജോയിൻ ചെയ്യിക്കുക, അതല്ലെങ്കിൽ കോൺകാറ്റിനേറ്റ് ചെയ്യാമെന്നും പറയും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കേരള എന്നുള്ളൊരു സ്ട്രിങ്ങും സ്റ്റേറ്റ് എന്നുള്ളൊരു സ്ട്രിങ് ഉണ്ടെങ്കിൽ ഈ കേരള എന്നുള്ള സ്ട്രിങ്ങിലേക്ക് സ്റ്റേറ്റ് എന്നുള്ള സ്ട്രിങ് അപ്പെൻഡ് ചെയ്താൽ പിന്നെ നമുക്ക് കിട്ടുക കേരള സ്റ്റേറ്റ് എന്നാണ്, ജോയിൻ ചെയ്യിക്കുക. അപ്പോൾ ആ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫങ്ഷനാണ് ഇത് strcat. അപ്പോൾ അതിൻ്റെ ഉപയോഗം, ദിസ് ഫങ്ഷൻ ഈസ് യൂസ്ഡ് ടു അപ്പെൻഡ്, ദാറ്റ് ഈസ് ജോയിൻ, അല്ലെങ്കിൽ വേറൊരു പേര് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നൊരു പേരാണെന്ത്, കോൺകാറ്റിനേറ്റ്, വൺ സ്ട്രിങ് ടു അനദർ സ്ട്രിങ്. ഇനി അതിൻ്റെ സിൻറ്റാക്സ് നമ്മൾ നേരത്തെ strcpy പറഞ്ഞ പോലെ തന്നെയാണ് ഏതിൻ്റെ സിൻറ്റാക്സും, strcat എന്നുള്ള ഫങ്ഷൻ്റെ സിൻറ്റാക്സും. അപ്പോൾ strcat സ്ട്രിങ് 1, സ്ട്രിങ് 2. അത് കാണുമ്പോൾ നമുക്കിങ്ങനെ പറയാം, ഈ ഫങ്ഷന് 2 ആർഗ്യുമെൻ്റ് ഉണ്ട്. ഏത് ടൈപ്പിലുള്ള, സ്ട്രിങ് ടൈപ്പിലുള്ള. അപ്പോൾ ഈ ഫങ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ, അപ്പോൾ സ്ട്രിങ് ടൈപ്പിലുള്ളതെന്ന് പറയുമ്പോൾ സ്ട്രിങ് 1 എന്നുള്ളതൊരു ആർഗ്യുമെൻ്റാണ്, സ്ട്രിങ് 2 എന്നുള്ളതൊരു ആർഗ്യുമെൻ്റാണ്. ഇത് സ്ട്രിങ് ടൈപ്പാണ്, ഇതും സ്ട്രിങ് ടൈപ്പാണ്. അപ്പോൾ ഈ ഫങ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ സംഭവിക്കുക, ഈ സ്ട്രിങ് 2നെ എവിടേക്ക് അപ്പെൻഡ് ചെയ്യും, സ്ട്രിങ് 1ലേക്ക് അപ്പെൻഡ് ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ ഇത് കേരള എന്നാണ്, ഇത് സ്റ്റേറ്റ് എന്നാണെങ്കിൽ ഇവിടെ എന്താണ് വരിക, കേരള സ്റ്റേറ്റ് എന്നാണ് വരിക. അപ്പോൾ നമ്മൾ അതിന് മുന്നത്തെ ഫംഗ്ഷൻ strcpy എന്നുള്ള ഫംഗ്ഷന് നമ്മൾ എന്തിനാണ് കോപ്പി ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ എന്താ സംഭവിച്ചത്, ഇവിടെയുള്ള പഴയ സ്ട്രിങ് ഡാറ്റ ഉണ്ടെങ്കിൽ ആ ഡാറ്റ അവിടെ ഉണ്ടാവില്ല, ഇങ്ങോട്ട് കോപ്പി ചെയ്യുന്ന ഡാറ്റ അവിടെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇവിടെ എന്താ, ഇതിൽ എന്താണോ ഡാറ്റ ഉണ്ടായിരുന്നതിൽ എന്താണോ സ്ട്രിങ് ഉണ്ടായിരുന്നത്, ആ സ്ട്രിങ്ങിനോട് കൂടി ഈ സ്ട്രിങ് 2ലുള്ള സ്ട്രിങ്ങും കൂടെ വന്ന് അപ്പെൻഡ് ചെയ്യും. അതാണ് ഈ ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ, സ്ട്രിങ് 2നെ സ്ട്രിങ് 1ലേക്ക് അപ്പെൻഡ് ചെയ്യുക. ഇനി ഇവിടെ ഈ സ്ട്രിങ് 1ഉം സ്ട്രിങ് 2ഉം ആർഗ്യുമെൻ്റ് ആയിട്ട് ക്യാരക്ടർ അരയും കൊടുക്കുക, അല്ലെങ്കിൽ എന്താ, സ്ട്രിങ് കോൺസ്റ്റൻറ്റും കൊടുക്കുക. ഈ സ്ട്രിങ് 1 എന്നുള്ളത് ക്യാരക്ടർ അര ആവാം, അല്ലെങ്കിൽ സ്ട്രിങ് കോൺസ്റ്റൻറ്റ് വരാം. സ്ട്രിങ് 2 എന്താവാം, ക്യാരക്ടർ അര ആവാം, അല്ലെങ്കിൽ സ്ട്രിങ് കോൺസ്റ്റൻറ്റും കൊടുക്കാം. ഹിയർ സ്ട്രിങ് 2 ഈസ് അപ്പെൻഡ് ടു സ്ട്രിങ് 1. സ്ട്രിങ് 2നെ എവിടേക്ക് അപ്പെൻഡ് ചെയ്യിക്കുക, സ്ട്രിങ് 1ലേക്ക് അപ്പെൻഡ് ചെയ്യാനാണ്. സ്ട്രിങ് 1 ആൻഡ് സ്ട്രിങ് 2 മേ ബി ക്യാരക്ടർ അരേ ഓർ സ്ട്രിങ് കോൺസ്റ്റൻറ്റ്. ഇത് നമുക്ക് ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്, നമ്മളിവിടെ ക്യാരക്ടർ അരയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നതെങ്കിൽ, അപ്പോൾ ഈ സ്ട്രിങ് 1ഉം ക്യാരക്ടർ അരയാണ്, സ്ട്രിങ് 2ഉം ക്യാരക്ടർ അരയാണെങ്കിൽ എന്താ സംഭവിക്കുക, ഈ സ്ട്രിങ് 2ലുള്ള, അല്ലെങ്കിൽ പറഞ്ഞ ഈ സ്ട്രിങ് 2 എന്ന് പറയുന്ന ക്യാരക്ടർ അരയിലുള്ള സ്ട്രിങ്ങിനെ എവിടേക്ക് അപ്പെൻഡ് ചെയ്യണം, സ്ട്രിങ് 1ലുള്ള ആർഗ്യുമെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ അരയിലേക്ക് അപ്പെൻഡ് ചെയ്യണ്ടേ. അപ്പോൾ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ സ്ട്രിങ് 2നെ അപ്പെൻഡ് ചെയ്യാനുള്ള സൈസ് എവിടെ ഉണ്ടായിരിക്കണം, സ്ട്രിങ് 1ൽ ഉണ്ടായിരിക്കണം. അത് നമ്മളൊരു എക്സാമ്പിൾ പറയുമ്പോൾ അത് ക്ലിയർ ആവും. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദ സൈസ് ഓഫ് ദ ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് ഷുഡ് ബി ഏബിൾ ടു അക്കോമഡേറ്റ് ബോത്ത് ദ സ്ട്രിങ് ടുഗദർ എന്ന് പറയുമ്പോൾ, ഈ സ്ട്രിങ് 2നല്ലേ സ്ട്രിങ് 1ലേക്ക് അപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ട്രിങ് 2നെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സൈസും കൂടെ എവിടെ ഉണ്ടായിരിക്കണം, സ്ട്രിങ് 1ൽ ഉണ്ടായിരിക്കണം. അത് എക്സാമ്പിൾ പറയുമ്പോൾ ക്ലിയർ ആവും. എക്സാമ്പിൾ ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ ഈ കോഡ് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇവിടെ 3 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതിലൊന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റാണ്. നമ്മൾ S1 എന്നുള്ളൊരു ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്ത് അതിലേക്ക് വെൽക്കം എന്നുള്ളൊരു സ്ട്രിങ് നമ്മൾ സെറ്റ് ചെയ്തു. അതേപോലെ തന്നെ S2 എന്നുള്ളൊരു ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്തിട്ട് ടു C++ എന്നുള്ളൊരു സ്ട്രിങ്ങും ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ S1 എന്നുള്ള ക്യാരക്ടർ അറേയിൽ വെൽക്കം എന്നുള്ള സ്ട്രിങ് ഉണ്ട്, S2 എന്നുള്ള ക്യാരക്ടർ അറേയിൽ ടു C++ എന്നുള്ള സ്ട്രിങ് ഉണ്ട്. ഇനി അതിന് ശേഷം നമ്മൾ ആ ഫംഗ്ഷൻ strcat S1, S2
അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ S2 എന്ന് പറയുന്ന ക്യാരക്ടർ അറേയിൽ എന്താണോ സ്ട്രിങ് ഉള്ളത് ആ സ്ട്രിങ്ങിനെ എവിടേക്ക് അപ്പൻഡ് ചെയ്യും? S1 എന്നുള്ള ക്യാരക്ടർ അറേയിലേക്ക് അപ്പൻഡ് ചെയ്യും. അപ്പോൾ അപ്പൻഡ് ചെയ്യുമ്പോൾ എന്താ ആൾറെഡി എന്താണ് അവിടെ സ്ട്രിങ് ഉള്ളത് ആ സ്ട്രിങ്ങിനോട് കൂടി ജോയിൻ ചെയ്തിട്ടാണ് പിന്നെ ആ S2 എന്നുള്ള സ്ട്രിങ്ങിലുള്ള ഡാറ്റ വരിക. അതിനോട് കൂടി ജോയിൻ ചെയ്യുകയാണ് ചെയ്യുക. ഇപ്പോൾ S1 പഴയ ഡാറ്റ അവിടെ നിന്ന് പോവില്ല, പഴയ ഡാറ്റയോട് കൂടി S2 സ്ട്രിങ്ങും കൂടെ അപ്പൻഡ് ചെയ്യും. അപ്പോൾ നമ്മൾ നോക്കി സൈസ് നോക്കി. അപ്പോൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞത് ഈ S2 സ്ട്രിങ്ങിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സൈസും കൂടെ എവിടെ വേണം? S1 വേണം. അതുകൊണ്ടാണ് ഇവിടെ സൈസ് 20 കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ സൈസ് 10 ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ 1, 2, 3, 4, 5, 6, 7 ഈ സ്ട്രിങ് അക്കോമഡേറ്റ് ചെയ്യാം. പക്ഷേ ഇതിനും കൂടെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സൈസ് ഉണ്ടാവില്ല. മൊത്തം നോക്കുകയാണെങ്കിൽ 1, 2, 3, 4, 5, 6, 7 പിന്നെ ഇവിടെ ഒരു സ്പേസ് നമ്മൾ കൊടുത്തിരിക്കുന്നത് 8, 9, 10, 11, 12, 13 ഉണ്ട്. രണ്ടും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ അപ്പോൾ ഇവിടെ നമ്മൾ എന്താ സൈസ് കൊടുത്തിരിക്കുന്നത്? 20 എന്നാണ് കൊടുത്തിരിക്കുന്നത്. കാരണം എന്താ? ഈ സ്ട്രിങ്ങിനും കൂടെ ഇതിലേക്ക് അക്കോമഡേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് S2 എന്ന് പറയുന്ന ക്യാരക്ടർ അറേയിൽ എന്താണോ സ്ട്രിങ് ഉള്ളത് ആ സ്ട്രിങ്ങിനെ എവിടേക്ക് അക്കോമഡേറ്റ് ചെയ്തു അല്ലെങ്കിൽ അപ്പൻഡ് ചെയ്തു? S1 അപ്പൻഡ് ചെയ്തു. എന്നിട്ട് ഇതെന്താ? ഇനി S1 എന്താണോ വാല്യൂ ഉള്ളത് ആ വാല്യൂ ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ ഇപ്പോൾ എന്താ S1 വാല്യൂ ഉണ്ടാവുക? ഈ ഫംഗ്ഷന് ശേഷം ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത ശേഷം S1 എന്താ വാല്യൂ ഉണ്ടാവുക? വെൽക്കം ടു C++ എന്നാണ് ഉണ്ടാവുക. കാരണം S1 ആൾറെഡി വെൽക്കം ഉണ്ട്, പിന്നെ അതിനോട് കൂടി ടു C++ എന്നുള്ള സ്ട്രിങ് അതിലേക്ക് അപ്പൻഡ് ചെയ്തു. കാരണം S2 ടു C++ എന്നുള്ള സ്ട്രിങ് ആണ്, അതും S1 അപ്പൻഡ് ചെയ്തു. S2 എന്തേ ഉണ്ടാവുള്ളൂ? ഇവിടെ നമ്മളിപ്പോൾ Cout S2 എന്ന് കൊടുത്താൽ എന്താ ഉണ്ടാവുക? ടു C++ എന്നേ ഉണ്ടാവുള്ളൂ. പക്ഷേ S1 എന്ത് വന്നു? വെൽക്കം ടു C++ എന്ന് വന്നു. ഇതാണ് ആ ഫംഗ്ഷൻ. ഇനി നമുക്ക് നാലാമത്തെ ഫംഗ്ഷൻ strcmp എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ്റെ ഉപയോഗം, ഈ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് രണ്ട് സ്ട്രിങ്ങിനെ കമ്പയർ ചെയ്യാനാണ്, രണ്ട് സ്ട്രിങ്ങിനെ താരതമ്യം ചെയ്യാനാണ് ഏത് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്? strcmp എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് സ്ട്രിങ്ങിനെ താരതമ്യം ചെയ്യുക എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് ഫംഗ്ഷനെ പോലെ തന്നെ ഇതിൻ്റെ സിൻറ്റാക്സിൻ്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഫംഗ്ഷൻ്റെ സിൻറ്റാക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആർഗ്യുമെൻ്റ് ആയിട്ട് രണ്ട് ആർഗ്യുമെൻ്റ് ഉണ്ട്. ആ രണ്ട് ആർഗ്യുമെൻറ്റ് സ്ട്രിങ് ടൈപ്പാണ്. നമ്മൾ ഫംഗ്ഷൻ എക്സാമ്പിൾ എടുക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആവും. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ ഉപയോഗം ഞാൻ പറഞ്ഞു എന്താ? രണ്ട് സ്ട്രിങ്ങിനെ കമ്പയർ ചെയ്യാനാണ് ഏത് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്? ഈ strcmp എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. കമ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ സ്ട്രിങ്ങിലുള്ള ക്യാരക്ടേഴ്സിൻ്റെ ആൽഫബറ്റിക്കൽ ഓർഡറാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഡെഫിനിഷൻ പറയുമ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. ആ കൺഫ്യൂഷൻ നമുക്ക് മാറും. എക്സാമ്പിൾ പറയുന്നതോടുകൂടി കൺഫ്യൂഷൻ മാറും. അപ്പോൾ പക്ഷേ നമ്മളതിന് മുന്നേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത്, എന്താണ് ആൽഫബറ്റിക്കൽ ഓർഡർ എന്നൊക്കെ പറഞ്ഞാൽ, അപ്പോൾ ഈ ആൽഫബറ്റിക്കൽ ഓർഡർ എന്ന് പറയുമ്പോൾ ഒരു കൺസിഡറേഷൻ ചെയ്യുന്നത്, ഇപ്പോൾ നമ്മൾ ഈ ആസ്കി കോഡ് ഉണ്ടല്ലോ, ആസ്കി കോഡ് ക്യാപിറ്റൽ എയുടെ ആസ്കി കോഡ് 65 ആണ്, ക്യാപിറ്റൽ ബിയുടെ ആസ്കി കോഡ് 66 ആണ്, ക്യാപിറ്റൽ സിയുടെ ആസ്കി കോഡ് 67 ആണ്. അപ്പോൾ അതിങ്ങനെ കൂടി വരില്ലേ ചെയ്യുന്നത്. അതേപോലെ സ്മോൾ ലെറ്റർ എയുടെ ആസ്കി കോഡ് എന്താ? 97 ആണ്. എന്ന് പറഞ്ഞാൽ അപ്പർ കേസ് ലെറ്ററിന് ലോവർ കേസ് ലെറ്ററിനേക്കാൾ ആൽഫബറ്റിക്കൽ ഓർഡർ കുറവാണ്. ആസ്കി കോഡ് മനസ്സിലാക്കിയാൽ മതി. ആസ്കി കോഡ് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ എയുടെ ആസ്കി കോഡ് 65ഉം സ്മോൾ ലെറ്റർ എയുടെ ആസ്കി കോഡ് 97ഉം ആണ്. അപ്പോൾ ക്യാപിറ്റൽ ലെറ്ററിന് സ്മോൾ ലെറ്ററിനേക്കാൾ ആൽഫബറ്റിക്കൽ ഓർഡർ കുറവാണ്. ഇനി അതേപോലെ തന്നെ ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ ബിയും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ക്യാപിറ്റൽ ബിയിൽക്കാണ് ആൽഫബറ്റിക്കൽ ഓർഡർ കൂടുതൽ എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ എക്ക് ക്യാപിറ്റൽ ബിനേക്കാൾ ആൽഫബറ്റിക്കൽ ഓർഡർ കുറവാണ്. കാരണം 65, 66, 67 അങ്ങനെയാണ് പോണത്. അപ്പോൾ നമ്മൾ ആ ABCDEFG അങ്ങനെ പറയുമ്പോൾ ആൽഫബറ്റിക്കൽ ഓർഡർ ഇങ്ങനെ കൂടി വരികയാണ് ചെയ്യുക. അത് സ്മോൾ ലെറ്റർ ആണെങ്കിലും ക്യാപിറ്റൽ ലെറ്ററിലാണെങ്കിലും.
സ്മോൾ ലെറ്റർ ആണെങ്കിലും ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിലും അതിൻ്റെ സീക്വൻസ് ഉണ്ടല്ലോ, ഓർഡർ ഉണ്ടല്ലോ. എനേക്കാൾ കൂടുതലാണ് ബിക്ക്, ബിനേക്കാൾ കൂടുതലാണ് സിക്ക്, സിനേക്കാൾ കൂടുതലാണ് ഡിക്ക്. അപ്പോൾ അതുകൊണ്ട് എനേക്കാൾ കൂടുതലാണ് ഡിക്ക്. അത് സ്മോൾ ലെറ്റർ ആണെങ്കിലും ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിലും ആ ഓർഡർ അങ്ങനെ തന്നെ. ഇനി വേറെ നമ്മൾ നേരത്തെ പറഞ്ഞത് ക്യാപിറ്റൽ ലെറ്ററിന് സ്മോൾ ലെറ്ററിനേക്കാൾ ആൽഫബറ്റിക്കൽ ഓർഡർ കുറവാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മളൊന്ന് കൺസിഡർ ചെയ്യണം. അപ്പോൾ അത് ആദ്യം അങ്ങനെ പറയുന്നത്, ദിസ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു കമ്പയർ ടു സ്ട്രിങ്സ് എന്ന് പറയുമ്പോൾ ഈ ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് നമ്മൾ 2 സ്ട്രിങ് കൊടുക്കും. ആ 2 സ്ട്രിങ്ങിനെ കമ്പയർ ചെയ്യുകയാണ് ഏത് ഫംഗ്ഷൻ ചെയ്യുക, strcmp എന്ന് പറയുന്ന ഫംഗ്ഷൻ ചെയ്യുക. ഇൻ ദിസ് കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ദ ആൽഫബറ്റിക്കൽ ഓർഡർ ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ ദ സ്ട്രിങ്സ് ഈസ് കൺസിഡേർഡ്. അപ്പോൾ കമ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ ആ സ്ട്രിങ്ങിലുള്ള ആൽഫബറ്റിക്കൽ ഓർഡറാണ് കമ്പയർ ചെയ്യുന്നത്. അതെങ്ങനെയെന്നുള്ളത് നമുക്ക് എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. ഇനി അവിടെ ആൽഫബറ്റിക്കൽ ഓർഡർ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പർ കേസിന് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സിന് ആൽഫബറ്റിക്കലി ലോവർ ദാൻ ലോവർ കേസ് ലെറ്റേഴ്സ്. അപ്പർ കേസ് ലെറ്റേഴ്സ് ലോവർ കേസ് ലെറ്റേഴ്സിനേക്കാൾ ആൽഫബറ്റിക്കൽ ഓർഡർ കുറവാണ്. എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ, എയും ക്യാപിറ്റൽ എയും സ്മോൾ എയും നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ക്യാപിറ്റൽ എക്ക് ആൽഫബറ്റിക്കൽ ഓർഡർ കുറവാണ്. ഏതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, സ്മോൾ ലെറ്റർ എനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ വേറെ ഇതിന് നേരെ ഓപ്പോസിറ്റും പറയാം, സ്മോൾ ലെറ്റർ എക്ക് ക്യാപിറ്റൽ ലെറ്റർ എനേക്കാൾ ആൽഫബറ്റിക്കൽ ഓർഡർ കൂടുതലാണ്. ഇനി എ ഈസ് ആൽഫബറ്റിക്കലി ലോവർ ദാൻ ബി, ബി ഈസ് ആൽഫബറ്റിക്കലി ലോവർ ദാൻ സി, A is small letter a is alphabetically lower than B, B is alphabetically lower than C, A is alphabetically lower than G. അപ്പോൾ ഈ എയും ജിയും എന്നാണ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഏതിനാണ് കൂടുതൽ, ജിക്കാണ് കൂടുതൽ ആൽഫബറ്റിക്കൽ ഓർഡർ. അപ്പോൾ ഈ ഒരു കമ്പാരിസൺ ആദ്യം നമ്മൾ മനസ്സിലാക്കി വെക്കണം, എന്നിട്ട് എന്നാലേ നമുക്കത് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എക്സാമ്പിൾ പറയുമ്പോഴും ഈ ടൈപ്പ് കമ്പാരിസണാണ് അവിടെ നമ്മൾ നടത്തുന്നത്. അപ്പോൾ strcmp എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സ്ട്രിങ്ങിനെ കമ്പയർ ചെയ്യാനാണ് ഈ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ 2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഒന്ന്, ക്യാപിറ്റൽ ലെറ്റേഴ്സിന് സ്മോൾ ലെറ്റേഴ്സിനേക്കാൾ ആൽഫബറ്റിക്കൽ ഓർഡർ കുറവാണ്. അതേപോലെ ആ ലെറ്റേഴ്സിൻ്റെ സീക്വൻസ് ഇങ്ങനെ പോകുമ്പോൾ എ ബി സി അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഓർഡർ, ആ ഓർഡർ ഇങ്ങനെ ഓർഡറിനനുസരിച്ച് ആൽഫബറ്റിക്കൽ ഓർഡർ കൂടി വരികയാണ് ചെയ്യുക. അപ്പോൾ എന്ന് പറയുമ്പോൾ എന്താ, എനേക്കാൾ ആൽഫബറ്റിക്കൽ ഓർഡർ കൂടുതലാണ് ആർക്ക്, ബിക്ക്. അത് സ്മോൾ ലെറ്റർ ആണെങ്കിലും ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിലും. ഇനി നമുക്കൊരു സിൻറ്റാക്സും കാര്യങ്ങളും എക്സാമ്പിളൊക്കെ പറയുമ്പോൾ അത് മനസ്സിലാവും. ആ സിൻറ്റാക്സ് നോക്കുക. നമ്മളിപ്പോൾ strcpy ആണെങ്കിലും strcat ആണെങ്കിലും അതേ ഒരു സിൻറ്റാക്സ് തന്നെയാണ് ഇവിടെയും strcmpക്കും. കണ്ടോ, strcmp ആർഗ്യുമെൻ്റ് ആയിട്ട് 2 ആർഗ്യുമെൻ്റ് ഉണ്ട്, ഏത് ടൈപ്പിലുള്ള, സ്ട്രിങ് ടൈപ്പിലുള്ള. അപ്പോൾ strcmp എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് 2 സ്ട്രിങ് കൊടുക്കണം. സ്ട്രിങ് 1 എന്നുള്ളൊരു ആർഗ്യുമെൻറ്റ്, സ്ട്രിങ് 2 എന്നുള്ളൊരു ആർഗ്യുമെൻറ്റ്. അപ്പോൾ ഈ ഫംഗ്ഷൻ ഇനി എന്താ ചെയ്യാമെന്നറിയോ, ഈ 2 സ്ട്രിങ്ങും കമ്പയർ ചെയ്യും, താരതമ്യം ചെയ്യും. എന്നിട്ട് ഈ ഫംഗ്ഷൻ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യും. ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ 3 വാല്യൂവിലെ ഏതെങ്കിലും ഒരു വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ 0 റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് വാല്യൂ റിട്ടേൺ ചെയ്യും. എന്ന് പറയുമ്പോൾ 0നേക്കാൾ വലിയൊരു വാല്യൂ, സാധാരണ കേസിൽ 1 എന്നാണ് റിട്ടേൺ ചെയ്യുക. ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ 1 എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഗ്രേറ്റർ ദാൻ 0 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അടുത്ത വാല്യൂ 0നേക്കാൾ ചെറിയ വാല്യൂ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് വാല്യൂ എന്ന് പറഞ്ഞാൽ -1 ആണ് സാധാരണ റിട്ടേൺ ചെയ്യുക. അപ്പോൾ 3 വാല്യൂ ആണ്, ഒന്ന് 0 എന്നുള്ള വാല്യൂ, പിന്നെ 0നേക്കാൾ വലിയ വാല്യൂ, അല്ലെങ്കിലോ 0നേക്കാൾ ചെറിയ വാല്യൂ. അപ്പോൾ 0 എന്നുള്ള വാല്യൂ റിട്ടേൺ ചെയ്യും, പോസിറ്റീവ് വാല്യൂ റിട്ടേൺ ചെയ്യും, നെഗറ്റീവ് വാല്യൂ റിട്ടേൺ ചെയ്യും. ഈ 3 വാല്യൂവിലെ ഏതെങ്കിലും ഒരു വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുക. ആ വാല്യൂ നോക്കിയിട്ടാണ് നമ്മൾ കമ്പാരിസണിൻ്റെ കാര്യങ്ങൾ, റിസൾട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ 2 സ്ട്രിങ്ങിനെ കമ്പയർ ചെയ്ത ശേഷം ഈ ഫംഗ്ഷൻ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യും. ആ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഒന്നല്ലെങ്കിൽ 0 ആവും, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് വാല്യൂ ആവും, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് വാല്യൂ ആവും.
അപ്പോൾ നമ്മൾ this function return any of the following values in 3 different situations. അതിൽ ഒന്നാമത്തെ റിട്ടേൺ 0 റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ എന്താണെന്നറിയോ, സ്ട്രിങ് 1 ആൻഡ് സ്ട്രിങ് 2 ആർ സെയിം എന്ന് പറയുമ്പോൾ ഈ ഒന്നാമത്തെ ആർഗ്യുമെൻ്റായി കൊടുത്ത സ്ട്രിങ്ങും രണ്ടാമത്തെ ആർഗ്യുമെൻ്റായി കൊടുത്ത സ്ട്രിങ്ങും ഒരേ സ്ട്രിങ് ആണെങ്കിൽ, എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെയും നമ്മൾ കേരള എന്ന് കൊടുത്തു, ഇവിടെയും കേരള എന്ന് കൊടുത്തു. ആ കേരള എന്ന് കൊടുക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം, ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ കൊടുത്തു ഇവിടെ സ്മോൾ ലെറ്ററും കൊടുത്താൽ സെയിം അല്ല. ഇപ്പോൾ ഇവിടെയും സ്മോൾ ലെറ്ററിൽ കേരള എന്ന് എഴുതി, ഇവിടെയും സ്മോൾ ലെറ്ററിൽ കേരള എന്ന് എഴുതി. അപ്പോൾ ആ രണ്ട് സ്ട്രിങ്ങും സെയിം ആണ്. അപ്പോൾ ആ രണ്ട് സ്ട്രിങ്ങും സെയിം ആണെങ്കിൽ ഈ ഫംഗ്ഷൻ എന്താ റിട്ടേൺ ചെയ്യുക, 0 എന്നാണ് റിട്ടേൺ ചെയ്യുക. അപ്പോൾ ആ വാല്യൂ നോക്കിയിട്ട് വേണം സെയിം ആണോ സെയിം അല്ലേ എന്ന് മനസ്സിലാക്കാൻ. അപ്പോൾ ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ 0 ആണെങ്കിൽ സ്ട്രിങ് 1ഉം സ്ട്രിങ് 2 എന്താണ്, സെയിം ആണ്. ഇനി റിട്ടേൺ നെഗറ്റീവ് വാല്യൂ റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ എന്താ മനസ്സിലാക്കുക, സ്ട്രിങ് 1 സ്ട്രിങ് 2നേക്കാൾ ആൽഫബറ്റിക്കലി ലോവറാണ്. സ്ട്രിങ് 1 ഈസ് ആൽഫബറ്റിക്കലി ലോവർ ദാൻ സ്ട്രിങ് 2. ഈ സ്ട്രിങ്ങിനേക്കാൾ ആൽഫബറ്റിക്കലി ലോവർ ആണെങ്കിൽ എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ആർഗ്യുമെൻ്റായി കൊടുത്ത സ്ട്രിങ് രണ്ടാമത്തെ ആർഗ്യുമെൻ്റായി കൊടുത്ത സ്ട്രിങ്ങിനേക്കാൾ ആൽഫബറ്റിക്കലി ലോവർ ആണെങ്കിൽ ഏത് വാല്യൂ റിട്ടേൺ ചെയ്യുക, ഒരു നെഗറ്റീവ് വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുക. ഇനി പോസിറ്റീവ് വാല്യൂ റിട്ടേൺ ചെയ്യുന്നത് സ്ട്രിങ് 1 സ്ട്രിങ് 2നേക്കാൾ ആൽഫബറ്റിക്കലി ഹയർ ആണെങ്കിൽ, സ്ട്രിങ് 1 സ്ട്രിങ് 2നേക്കാൾ ആൽഫബറ്റിക്കലി ഹയർ ആണെങ്കിലാണ് ഏത് വാല്യൂ റിട്ടേൺ ചെയ്യുക, പോസിറ്റീവ് വാല്യൂ റിട്ടേൺ ചെയ്യുക. റിട്ടേൺസ് എ പോസിറ്റീവ് വാല്യൂ ഇഫ് സ്ട്രിങ് 1 ഈസ് ആൽഫബറ്റിക്കലി ഹയർ ദാൻ സ്ട്രിങ് 2. ഇനി അതൊരു എക്സാമ്പിൾ പറയുമ്പോൾ ഒന്നും കൂടെ ക്ലിയർ. അപ്പോൾ ഇത്രയാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ ഫംഗ്ഷൻ 3 വാല്യൂവിൽ ഏതെങ്കിലും ഒരു വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുക. ഒന്നല്ലെങ്കിൽ 0 റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ നെഗറ്റീവ് വാല്യൂ റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ പോസിറ്റീവ് വാല്യൂ റിട്ടേൺ ചെയ്യും. ആ വാല്യൂ നോക്കിയിട്ട് വേണം നമ്മൾ പറയാൻ. 0 ആണെങ്കിൽ എന്താ, രണ്ട് സ്ട്രിങ്ങും സെയിം ആണ്. നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ എന്താ, ഒന്നാമത്തെ ആർഗ്യുമെൻറ്റിലുള്ള സ്ട്രിങ്, ഒന്നാമത്തെ ആർഗ്യുമെൻ്റായി കൊടുത്ത സ്ട്രിങ് രണ്ടാമത്തെ ആർഗ്യുമെൻ്റായി കൊടുത്ത സ്ട്രിങ്ങിനേക്കാൾ ആൽഫബറ്റിക്കലി ലോവറാണ്. പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ എന്താ, ഒന്നാമതായി കൊടുത്ത ആർഗ്യുമെൻ്റായി കൊടുത്ത സ്ട്രിങ് രണ്ടാമതായി കൊടുത്ത സ്ട്രിങ്ങിനേക്കാൾ ആൽഫബറ്റിക്കലി ഹയറിലാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്കിത് ഇനി എക്സാമ്പിൾ വെച്ച് നമുക്ക് കൺസിഡർ 2-3-4 എക്സാമ്പിൾ നമ്മൾ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കുകയെ ഈ ഫംഗ്ഷൻ നമ്മൾ ശ്രദ്ധിക്കുക. ഈ ഫംഗ്ഷൻ നമ്മളപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നോക്കിയേ, strcmp ആർഗ്യുമെൻ്റായിട്ട് നമ്മൾ ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് ബിജു എന്ന് കൊടുത്തു, രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് ബാബു എന്ന് കൊടുത്തു. രണ്ട് സ്ട്രിങ് ആണ്. അപ്പോൾ ഈ രണ്ട് സ്ട്രിങ് കമ്പയർ ചെയ്ത ശേഷം ഈ ഫംഗ്ഷൻ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യില്ലേ, ആ റിട്ടേൺ ചെയ്ത വാല്യൂ എന്നിൽ സ്റ്റോർ ചെയ്തു. അപ്പോൾ ഈ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഒന്നില്ലെങ്കിൽ 0 വരാം, അല്ലെങ്കിൽ നെഗറ്റീവ് വാല്യൂ വരാം, അല്ലെങ്കിൽ പോസിറ്റീവ് വാല്യൂ വരാം. അപ്പോൾ ഇനി ഇവിടെ കമ്പാരിസൺ നടത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ സ്ട്രിങ് ബിജു ആണ്, രണ്ടാമത്തെ സ്ട്രിങ് ബാബു ആണ്. അപ്പോൾ എടുക്കുമ്പോൾ അതിലെ ഒന്നാമത്തെ സ്ട്രിങ്ങിലെ ഒന്നാമത്തെ ക്യാരക്ടറും ഈ രണ്ടാമത്തെ സ്ട്രിങ്ങിലെ ഒന്നാമത്തെ ക്യാരക്ടറും എടുക്കും. അപ്പോൾ ഇവിടെ ബി ആണ്, ഇവിടെയും ബി ആണ്. അപ്പോൾ സെയിം ആയി അല്ലേ. അപ്പം ഇനി രണ്ടാമത്തെ ക്യാരക്ടറിലേക്ക് വരും. ഇവിടെ ഐ ആണ്, ഇവിടെ എ ആണ്. ഈ ഒന്നാമത്തെ ബിയും ബി എടുത്തപ്പോൾ സെയിം ആയി വന്നു. അപ്പോൾ ഇനി നമുക്ക് ഇനി എന്ത് ചെയ്യും, രണ്ടാമത്തെ ക്യാരക്ടറിന് ഒന്നാമത്തെ സ്ട്രിങ്ങിലെ രണ്ടാമത്തെ ക്യാരക്ടർ എടുക്കും, അതേപോലെ തന്നെ രണ്ടാമത്തെ സ്ട്രിങ്ങിലെ ഒന്നാമത്തെ ക്യാരക്ടർ എടുക്കും. അപ്പോൾ ഈ ഐ എ ഏതിനാണ് ഹയർ ഓർഡർ, ഐക്കാണ് ഹയർ ഓർഡർ. ഇനി പിന്നെ അവിടെ ചെക്ക് ചെയ്യില്ല, അപ്പോൾ വ്യത്യാസം വന്നു. ഇനി പിന്നെ അടുത്ത ലെറ്ററിലേക്ക് മൂന്നാമത്തെ പൊസിഷനിലേക്ക് പോകണ്ട. ഇത് രണ്ടാമത്തെ പൊസിഷനിലേക്ക് വരാനുള്ള കാരണം എന്താ, ഈ ഒന്നാമത്തെ പൊസിഷനിലുള്ള രണ്ട് സ്ട്രിങ്ങിൻ്റെ ക്യാരക്ടറും സെയിം ആയതുകൊണ്ടാണ് അടുത്തയിലേക്ക് വന്നത്. അങ്ങനെ ഓരോ പൊസിഷനിലുള്ള ഓരോ പൊസിഷനിലുള്ള ക്യാരക്ടറും കമ്പയർ ചെയ്യും. അപ്പോൾ ഇനി ഈ രണ്ടാമത്തെ പൊസിഷനിലുള്ള ക്യാരക്ടർ ഇവിടെ ഐ ആണ്, ഈ സ്ട്രിങ്ങിൻ്റെ രണ്ടാമത്തെ പൊസിഷനിലുള്ള ക്യാരക്ടർ എ ആണ്. അപ്പോൾ ഇവിടെ ഏതിനാണ് ഹയർ ഓർഡർ ഉള്ളത്, ഈ ഐക്കാണ് ഹയർ ഓർഡർ ഉള്ളത്. എന്ന് പറഞ്ഞാൽ എന്താ, ഈ സ്ട്രിങ് 1-നാണ് ഹയർ ഓർഡർ ഏതിനേക്കാൾ, സ്ട്രിങ് 2-നേക്കാൾ. ഇനി അടുത്ത ക്യാരക്ടറിലേക്ക് വരില്ല. അപ്പോൾ ഇനി ഇവിടെ എന്താ വാല്യൂ, സ്ട്രിങ് 1-നാണ് ഹയർ ഓർഡർ ഏതിനേക്കാൾ, സ്ട്രിങ് 2-നേക്കാൾ.
അപ്പോൾ എന്താ വാല്യൂ റിട്ടേൺ ചെയ്യുക? പോസിറ്റീവ് വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുക അല്ലേ? സ്ട്രിങ് 1ന് സ്ട്രിങ് 2നേക്കാൾ ഹയർ ഓർഡർ ആണ്. അപ്പോൾ പോസിറ്റീവ് വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുക. അപ്പോൾ ആ പോസിറ്റീവ് വാല്യൂ ആണ് അവിടെ ഉണ്ടായിരിക്കുക, എന്നിൽ ഉണ്ടായിരിക്കുക. ഇന്നിട്ട് നമ്മൾ എന്താ പറയുന്നത്? സി ഔട്ട് എൻ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് വരിക? ഒരു 0നേക്കാൾ വലിയൊരു വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുക. ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുമ്പോൾ സാധാരണ 1 എന്നാണ് റിട്ടേൺ ചെയ്യുക. അതിപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട 0നേക്കാൾ വലിയൊരു വാല്യൂ, ഒരു പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടുക. ഇനി അടുത്തൊരു എക്സാമ്പിൾ. ഇതേപോലെ തന്നെ നമ്മൾ സ്ട്രിങ് അങ്ങോട്ട് മാറ്റി. ഒന്നാമത്തെ സ്ട്രിങ് ആയിട്ട് ബാബു കൊടുത്തു, രണ്ടാമത്തെ സ്ട്രിങ് ആയിട്ട് ബിജു കൊടുത്തു. അപ്പോൾ നേരത്തെ പോലെ തന്നെ ഒന്നാമത്തെ സ്ട്രിങ്ങിൻ്റെ ഫസ്റ്റ് ക്യാരക്ടറും രണ്ടാമത്തെ സ്ട്രിങ്ങിൻ്റെ ഫസ്റ്റ് ക്യാരക്ടറും കമ്പയർ ചെയ്തു, സെയിം ആണ്. അതുകൊണ്ട് ഇനി രണ്ടാമത്തെ ക്യാരക്ടറിലേക്ക് വരും. എ ഐ വ്യത്യാസം വന്നു അല്ലേ? അപ്പോൾ എന്താ ഇതിനേതിനാ ഓർഡർ കൂടുതൽ? ഈ ഐക്കല്ലേ. അപ്പോൾ സ്ട്രിങ് 1നാണോ സ്ട്രിങ് 2നാണോ ഹയർ ഓർഡർ ഉള്ളത്? സ്ട്രിങ് 2നാണ് ഹയർ ഓർഡർ ഉള്ളത്. സ്ട്രിങ് 1നേക്കാൾ സ്ട്രിങ് 2നാണ് ഹയർ ഓർഡർ ഉള്ളത്. കാരണം ഇവിടെ എ ആണ്, ഇവിടെ ഐ ആണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ ഏത് വാല്യൂ റിട്ടേൺ ചെയ്യുക? ഒരു നെഗറ്റീവ് വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുക. അപ്പോൾ ആ നെഗറ്റീവ് വാല്യൂ ആണ് ഇപ്പോൾ എന്നിൽ ഉണ്ടായിരിക്കുക. ഇനി ആ എന്നിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ഒരു നെഗറ്റീവ് വാല്യൂ എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 0 എന്ന് പറയുമ്പോഴല്ലേ നെഗറ്റീവ്, ഒരു നെഗറ്റീവ് വാല്യൂ കിട്ടും. അതാണ് ആ കമ്പാരിസൺ ചെയ്യുന്നത്. ഇനി അടുത്തൊരു എക്സാമ്പിൾ. STRCMP ബിജു. ശ്രദ്ധിക്കണം, ഇവിടെ സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും ഒരേ ഓർഡറിലല്ല ശരിക്കും കിടക്കുന്നത്. സ്മോൾ ലെറ്ററിനേക്കാൾ ക്യാപിറ്റൽ ലെറ്ററിനേക്കാൾ ആൽഫബറ്റിക്കലി ഹയറിലാണ് ഏത് കിടക്കുന്നത്? സ്മോൾ ലെറ്റർ കിടക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ ഒന്നാമത്തെ ക്യാരക്ടർ ബി, രണ്ടാമത്തെ ക്യാരക്ടർ ബി, രണ്ടും ക്യാപിറ്റലാണ്. അപ്പോൾ സെയിം ആണ്. ഇവിടെ ഐ സെയിം ആണ്. ഇവിടെ ജെ സെയിം ആണ്. ഇവിടെ യു സെയിം ആണ്. എന്ന് പറഞ്ഞാൽ എന്താ? ഈ രണ്ട് സ്ട്രിങ്ങും സെയിം ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഫംഗ്ഷൻ ഏത് വാല്യൂ റിട്ടേൺ ചെയ്യുക? 0 എന്നുള്ള വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുക. അപ്പോൾ ആ 0 എന്നുള്ള വാല്യൂ കിട്ടും. ഇവിടെ കിട്ടുന്നത് ഈക്വൽ ടു 0 ആണ്. ഒരു 0 എന്നുള്ള വാല്യൂ ആണ് കിട്ടുക. ഇനി അടുത്തത് നമ്മളിവിടെ പറഞ്ഞ ആർഗ്യുമെൻ്റ് ആയിട്ട് ഒരു ശ്രദ്ധിക്കണം. ആർഗ്യുമെൻ്റ് ആയിട്ട് നമുക്ക് സ്ട്രിങ് കോൺസ്റ്റൻറ്റ് നേരിട്ട് കൊടുക്കുക, അതല്ലെങ്കിലോ ക്യാരക്ടർ അറേ കൊടുക്കുക. അപ്പോൾ ആ ക്യാരക്ടർ അറേ കൊടുത്ത് വെച്ചിട്ട് ആ ക്യാരക്ടർ അറേ ഉപയോഗിച്ചിട്ട് എഴുതിയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് നമ്മൾ ഇനി ഇവിടെ പറയുന്നത്. നോക്കിയേ, S1 എന്നുള്ള ഒരു ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്തതിലേക്ക് കിരൺ എന്നുള്ള സ്ട്രിങ് കൊടുത്തു. S2 എന്നുള്ള ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്തതിലേക്ക് കാസിം എന്നുള്ള സ്ട്രിങ് കൊടുത്തു. ഇനി അതിനുശേഷം n is equal to strcmp S1, S2. എന്താ? ഈ S1-ൽ എന്താണോ സ്ട്രിങ് ഉള്ളത് ആ സ്ട്രിങ്ങും S2-ൽ എന്താണോ സ്ട്രിങ് ഉള്ളത് ആ സ്ട്രിങ്ങും തമ്മിൽ കമ്പയർ ചെയ്യും. അപ്പോൾ ഇവിടെ വരിക, S1-ൽ ഇവിടെ വരുന്നത് എന്താണ്? കിരൺ എന്നാണ് വരിക. ഇവിടെ എന്താ വരിക? കാസിം എന്നാണ് വരിക. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ കെയും കമ്പയർ ചെയ്തു, സെയിം ആണ്. ഐയും എയും കമ്പയർ ചെയ്തു. ഏതിനാണ് കൂടുതൽ? ഈ ഐക്കല്ലേ. അപ്പോൾ ഈ വാല്യൂ അല്ലേ ഇപ്പോൾ ഇവിടെ S1-ൽ വരുന്നത്? ഈ വാല്യൂ ആണ് ഇവിടെ S2-ൽ വരുന്നത്. അപ്പോൾ S1 ആണ് ആൽഫബറ്റിക്കലി ഹയർ. ഏതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ? S2-നെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഇവിടെ ഈ ഫംഗ്ഷൻ എന്നിൽ എന്താണ് വാല്യൂ ഉണ്ടായിരിക്കുക? ഒരു ഗ്രേറ്റർ ദാൻ 0ൻ്റെ വാല്യൂ അല്ലേ വരിക. അപ്പോൾ ആ വാല്യൂ എന്ത് ചെയ്യും? റിട്ടേൺ ചെയ്യും. ഇനി വേറൊരു എക്സാമ്പിൾ. ഇവിടെ STRCMP ടൈഗർ, ഡിയർ. ഇവിടെ നോക്കിയേ, ഫസ്റ്റിൽ തന്നെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവിടെ ടിയും ഇവിടെ ഡി ആണ്. ഇവിടെ ടിയും ഇവിടെ ഡി ആണ്. ഏതിനാണ് ഹയർ ഓർഡർ? ടിക്കല്ല ഹയർ ഓർഡർ. ഏതിനേക്കാൾ? ഡീനേക്കാൾ. അപ്പോൾ ഈ സ്ട്രിങ് 1നാണ് ഹയർ ഓർഡർ. ഏതിനേക്കാൾ? സ്ട്രിങ് 2നേക്കാൾ. അതുകൊണ്ടൊരു പോസിറ്റീവ് വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുക. ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുക. ഇതാണ് കമ്പാരിസൺ. ഇനി ഇവിടെ നമ്മളൊരു അടുത്ത ഫംഗ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ അടുത്ത ഫംഗ്ഷനിലേക്ക് ഡെഫിനിഷനിലേക്ക് പോണതിൻ്റെ മുന്നേ അടുത്ത ഫംഗ്ഷൻ്റെ ഉപയോഗം ഇവിടെ നിന്ന് നമുക്ക് പറയാം. STRCMP I എന്നാണ് അടുത്ത ഫംഗ്ഷൻ്റെ പേര്. STRCMP I എന്ന് പറഞ്ഞാൽ ഇഗ്നോറിങ് ദ കേസ് ഇപ്പം അപ്പർ കേസ് ആണെങ്കിലും ലോവർ കേസ് ആണെങ്കിലും ഒരേപോലെ സെയിം ആയിട്ട് കൺസിഡർ ചെയ്യും. ഇപ്പം ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മളിപ്പോൾ ഇവിടെ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ബി ക്യാപിറ്റലും ഇവിടെ ബി സ്മോളും ആണെങ്കിൽ ഇവിടെ ബി ക്യാപിറ്റലും ഇവിടെ ബി സ്മോളും ആണെന്ന് അസ്യൂം ചെയ്യുക. ഈ ബി എന്നുള്ളത് സ്മോളാണ്, ഈ ബി എന്നുള്ളത് ക്യാപിറ്റലാണ്. അപ്പോൾ ഈ രണ്ട് സ്ട്രിങ്ങും സെയിം ആവുമോ? ഇല്ല. അപ്പോൾ ഇതിനാണ് ആൽഫബറ്റിക്കൽ ഹയർ വരിക. നമ്മൾ ഇതുവരെ പഠിച്ച ഫംഗ്ഷൻ. പക്ഷേ ഇനിയും പഠിക്കാൻ പോണ ഫംഗ്ഷനും തന്നെ കമ്പയർ ചെയ്യാനാണ് ആ ഫംഗ്ഷൻ്റെ ഉപയോഗം. STRCMP I എന്ന് പറഞ്ഞാൽ
കേസ് അവിടെ കൺസിഡർ ചെയ്യില്ല. അപ്പർ കേസ് ആണെങ്കിലും ലോവർ കേസ് ആണെങ്കിലും, അപ്പർ കേസ് ലെറ്റർ ആണെങ്കിലും ലോവർ കേസ് ലെറ്റർ ആണെങ്കിലും ഒരേപോലെ സെയിം ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അതാണ് ഈ സ്ട്രിങ്ങും ഈ ഫംഗ്ഷനും ഇതിന് മുന്നേ പഠിച്ച ഫംഗ്ഷനും തമ്മിലുള്ള വ്യത്യാസം. ദിസ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു കമ്പയർ ടു സ്ട്രിങ്സ് ഇഗ്നോറിങ് ദ കേസ്. വേറെ ഒരു വ്യത്യാസമില്ല. സിൻടാക്സ് ആണെങ്കിലും റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ആണെങ്കിലും ഒക്കെ സെയിം തന്നെ. That is, this function will treat both uppercase and lowercase letters as same for comparison. Same ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. The syntax and working of the functions are the same that of strcmp. strcmp എന്ന് പറയുന്ന ഫംഗ്ഷൻ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ സിൻടാക്സ് എന്താണോ അതേ വർക്കിങ്ങും അതേ സിൻടാക്സും ആണ് ഇതിനുള്ളത്, strcmp ഐക്കുള്ളത്. എന്താ വ്യത്യാസം? ഇവിടെ കേസ് കൺസിഡർ ചെയ്യില്ല. അപ്പർ കേസിനെയും ലോവർ കേസിനെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യും. പക്ഷെ മറ്റൊടുത്താണെങ്കിലോ അപ്പർ കേസും ലോവർ കേസും ഒരേപോലെ അല്ല. ഏത് strcmp ഉപയോഗിച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നതെങ്കിൽ അപ്പർ കേസും ലോവർ കേസിലും വ്യത്യാസം വരും. പക്ഷേ strcmp വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നതെങ്കിലോ അപ്പർ കേസ് ആണെങ്കിലും ലോവർ കേസ് ആണെങ്കിലും സെയിം ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. സിൻടാക്സ് strcmp string 1, string 2. പിന്നെ ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ അത് strcmp ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ പോലെ തന്നെ ഒന്നല്ലെങ്കിൽ 0 റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ ഒരു ഗ്രേറ്റർ ദാൻ ഒരു പോസിറ്റീവ് വാല്യൂ റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് വാല്യൂ റിട്ടേൺ ചെയ്യും. എന്ന് പറയുമ്പോൾ എന്താ, സ്ട്രിങ് 1ഉം സ്ട്രിങ് 2ഉം സെയിം ആണെങ്കിൽ 0 റിട്ടേൺ ചെയ്യും. സ്ട്രിങ് 1 സ്ട്രിങ് 2നേക്കാൾ ആൽഫബറ്റിക്കലി ഹയർ ആണെങ്കിൽ പോസിറ്റീവ് വാല്യൂ റിട്ടേൺ ചെയ്യും. സ്ട്രിങ് 1 സ്ട്രിങ് 2നേക്കാൾ ആൽഫബറ്റിക്കലി ലോവർ ആണെങ്കിൽ നെഗറ്റീവ് വാല്യൂ റിട്ടേൺ ചെയ്യും. അത് strcmpയും strcmpയുടെ കേസ് ഐയിലും ഒരേപോലെ തന്നെ, ഒരു വ്യത്യാസമില്ല. ദിസ് ഫംഗ്ഷൻ ആൾസോ റിട്ടേൺസ് വാല്യൂസ് ആസ് ഇൻ ദ കേസ് ഓഫ് strcmp. strcmpയിൽ എങ്ങനെയാണോ വാല്യൂസ് റിട്ടേൺ ചെയ്യുന്നത് അതേ കേസിൽ അതേ മെത്തേഡിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഫംഗ്ഷനിലും വാല്യൂസ് റിട്ടേൺ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ രണ്ട് ഫംഗ്ഷൻ്റെ ഒരു കമ്പാരിസൺ മനസ്സിലാക്കാൻ വേണ്ടി നമുക്കിത് വെച്ചിട്ടൊരു പ്രോഗ്രാം കോഡ് നമുക്കൊന്ന് നോക്കാം. C++ലുള്ള ഒരു കോഡ് എഴുതിയിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ കോഡ് നമ്മളൊരു കോഡ് എഴുതിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു strcmp എന്നുള്ള ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നതും strcmp എന്നുള്ള ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നതും എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളൊരു കോഡ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ ഈ കോഡ് നമ്മൾ ശ്രദ്ധിക്കും. നമ്മൾ പറഞ്ഞു strcm ഈ സ്ട്രിങ് ഫംഗ്ഷൻസൊക്കെ ഏത് ഹെഡർ ഫയലിലാണ്, C സ്ട്രിങ് എന്നുള്ള ഹെഡർ ഫയലിലാണ്. അതുകൊണ്ടാണ് ഇവിടെ C സ്ട്രിങ് എന്നുള്ള ഹെഡർ ഫയൽ നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ നമ്മൾ കോഡിലേക്ക് വരാം. ഇവിടെ നമ്മൾ S1 എന്നുള്ള ഒരു അറേ ഡിക്ലെയർ ചെയ്തതിലേക്ക് കേരള എന്നുള്ള ഒരു സ്ട്രിങ് ഇൻസേർട്ട് ചെയ്തു. അതേപോലെ തന്നെ S2 എന്നുള്ള ഒരു ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്തിട്ട് അതിലേക്കും കേരള എന്നുള്ള സ്ട്രിങ് നമ്മൾ ഇൻസേർട്ട് ചെയ്തു. നിങ്ങൾ നോക്കിയേ, ഈ S1ലും കേരള എന്നാണ്, S2ലും കേരള എന്നാണ്. അപ്പോൾ നമ്മളിവിടെ S1ലെ കേരള ക്യാപിറ്റലും S2ലെ കേരള സ്മാളുമാണ് അല്ലേ. എന്നിട്ട് നമ്മൾ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, n എന്നുള്ളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു ഇൻറ്റിജർ ടൈപ്പിലുള്ള. എന്നിട്ട് അതിന് ശേഷം ഇവിടെയാണ് ആ ഫംഗ്ഷൻ്റെ എക്സിക്യൂഷൻ നടക്കുന്നത്. എന്താ, strcmp ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. strcmp S1, S2. S1ൽ ഇവിടെ എന്താ വരിക, S1ൽ എന്താ വരിക, കേരള, ഈ ക്യാപിറ്റൽ കേരള എന്നാണ് ഇവിടെ വരിക. S2ൽ എന്താ വരിക, സ്മോൾ ലെറ്റർ കേരള എന്നാണ് വരിക. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ ലെറ്ററിൽ കേരള എന്നുണ്ടാവും, ഇവിടെ സ്മോൾ ലെറ്ററിൽ കേരള എന്നുണ്ടാവും. അപ്പോൾ strcmp ആണെങ്കിൽ എന്താ, കേസ് കൺസിഡർ ചെയ്യില്ലേ, സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും ഒരേപോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, അല്ല, വ്യത്യാസമാണ്. എന്നിട്ട് ഈ സ്ട്രിങ് കമ്പയർ ചെയ്തിട്ട് എന്താണോ വാല്യൂ റിട്ടേൺ ചെയ്യുന്നത് ആ റിട്ടേൺ ചെയ്ത വാല്യൂ നമ്മൾ അവിടെ സ്റ്റോർ ചെയ്തു, എന്നിൽ സ്റ്റോർ ചെയ്തു. ഇനി ഇവിടെ ശ്രദ്ധിച്ചോളൂ, ഇവിടെ കേരള ക്യാപിറ്റൽ ലെറ്ററിൽ കേരള എന്നും ഇവിടെ സ്മോൾ ലെറ്ററിൽ കേരള എന്നാണ്. ഇങ്ങനെയാണ് വരും. ഇവിടെ കേരള ഒന്നാമത്തെ ആർഗ്യുമെൻ്റ് ആയിട്ട് ഈ കേരള എന്നാണ്, രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് ആയിട്ട് ഈ സ്മോൾ ലെറ്റർ കേരള എന്നാണ്. അപ്പോൾ എങ്ങനെ കമ്പയർ ചെയ്യുക, ഈ കെയും കമ്പയർ ചെയ്യുമ്പോൾ ഏതിനാണ് ആൽഫബറ്റിക്കൽ ഓർഡർ കൂടുതൽ, ഇതിനല്ലേ, രണ്ടാമത്തെ ഈ കേക്കല്ലേ. എന്ന് പറയുമ്പോൾ എന്താ, സ്ട്രിങ് 2നാണ് ആൽഫബറ്റിക്കലി ഹയറായി കിടക്കുന്നത്. ഏതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, സ്ട്രിങ് 1നെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. കാരണം ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ കേരളയാണ്, ഇവിടെ സ്മോൾ ലെറ്റർ കേരളയാണ്. അപ്പോൾ ഈ ക്യാപിറ്റൽ ലെറ്ററിനേക്കാൾ സ്മോൾ ലെറ്ററിനാണ് നമ്മൾ ആൽഫബറ്റിക്കൽ ഓർഡർ കൂടുതൽ നമ്മൾ പറഞ്ഞു. ആൽഫബറ്റിക്കലി ഹയർ ഏതിനാണ്, സ്മോൾ ലെറ്ററിനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ട്രിങ് 2 ആണ് ഏതിനേക്കാൾ ഹയർ ഓർഡറിൽ കിടക്കുന്നത്, സ്ട്രിങ് 1നേക്കാൾ ഹയർ ഓർഡറിൽ കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഫംഗ്ഷൻ എന്ത് വാല്യൂ റിട്ടേൺ ചെയ്യുക, ഒരു നെഗറ്റീവ് വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുക. അപ്പോൾ എന്നിൽ എന്താ ഉണ്ടായിരിക്കുക, ഒരു നെഗറ്റീവ് വാല്യൂ ഉണ്ടായിരിക്കുക. എന്ന് പറയുമ്പോൾ 0നേക്കാൾ ചെറിയ വാല്യൂ ആണ് ഉണ്ടായിരിക്കുക.
അപ്പോൾ എന്നിൽ ഇപ്പോൾ ഉള്ള വാല്യൂ 0-നേക്കാൾ ചെറിയ വാല്യൂ ആണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ കണ്ടീഷൻ കൊടുത്തിരിക്കുകയാണ് n = 0 ആണോ? ഇഫ് n = 0 അല്ല, അപ്പോൾ n-നേക്കാൾ 0-നേക്കാൾ ചെറിയ, ഇവിടെ എന്നിൽ ഇപ്പോൾ എന്താ വാല്യൂ ഉള്ളത്? ഒരു നെഗറ്റീവ് വാല്യൂ ആണ്. ഇനി ഇവിടെ കമ്പയർ ചെയ്യുന്നത് n = 0 ആണെന്ന് ചെക്ക് ചെയ്യാണ്. ഇത് ട്രൂ ആണെങ്കിൽ എങ്ങോട്ട് വരുള്ളൂ, അപ്പോൾ ഇത് ഫാൾസ് ആണ്. അപ്പോൾ ഇത് നേരെ അതിൻ്റെ LCFിലേക്ക് വന്നു. എന്നിട്ട് ഇവിടെ ചെക്ക് ചെയ്യാണ് n<0 ആണെന്ന് ചെക്ക് ചെയ്യാണ്. ശരിയല്ലേ? കാരണം ഇവിടെ അത് നോക്കുമ്പോൾ നെഗറ്റീവ് വാല്യൂ ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ n<0 എന്ന് പറയുമ്പോൾ എന്താ നെഗറ്റീവ് വാല്യൂ ആണ് ഇവിടെ കിടക്കുക. അവിടെ നെഗറ്റീവ് 1 നെഗറ്റീവ് 2 നെഗറ്റീവ് 3 എന്തോ ആയിക്കോട്ടെ, ഒരു നെഗറ്റീവ് വാല്യൂ ആയതുകൊണ്ടാണ് ഈ കണ്ടീഷൻ ഇവിടെ ട്രൂ ആയി. അപ്പോൾ ഈ കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് അതിൻ്റെ അടുത്ത ഈ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരും s1 <s2. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഈ ഔട്ട്പുട്ടാണ് നമുക്ക് ഇവിടെ കിട്ടുക. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ബിൽഡ് എക്സിക്യൂട്ട് ഉണ്ടോ, s1 <s2. ഇനി നമ്മളിവിടെ ഈ ജസ്റ്റ് i എന്ന് കൊടുക്കുക. strcmp i, ഇത് കേരള. അപ്പോൾ ഈ കേസിനെ സ്മോൾ ലെറ്റർ ആണെങ്കിലും ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിലും ഒരേപോലെയല്ല കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ കേരള എന്ന് വന്നു, ഇവിടെ സ്മോൾ ലെറ്റർ കേരള എന്ന് വന്നു. അപ്പോൾ ഇതിന് രണ്ടിനും സെയിം ആയിട്ടാണ് എടുക്കുള്ളൂ. അപ്പോൾ ഇവിടെ എന്താ വാല്യൂ റിട്ടേൺ ചെയ്യുക? 0 എന്നുള്ള വാല്യൂ റിട്ടേൺ ചെയ്യുക. അപ്പോൾ ഈ 0 എന്നുള്ള വാല്യൂ ഇവിടെ എന്നിലുണ്ടാവും. കാരണം ഇവിടെ strcmp i വെച്ചിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. സ്ട്രിങ് 1 കേരള ക്യാപിറ്റൽ ലെറ്ററിൽ കേരള, സ്ട്രിങ് 2 സ്മോൾ ലെറ്ററിൽ കേരള. അപ്പോൾ രണ്ട് സ്ട്രിങ്ങും സെയിം ആയിട്ടാണ് ഇത് കൺസിഡർ ചെയ്യുക. കാരണം strcmp i എന്നാണ്. കേസിനെ ഇഗ്നോർ ചെയ്യും. ക്യാപിറ്റൽ ലെറ്ററിനെയും സ്മോൾ ലെറ്ററിനെയും ഒരേപോലെയാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ എന്നിൽ എന്താ വാല്യൂ ഉണ്ടായിരിക്കുക? 0 എന്നാണ് വാല്യൂ ഉണ്ടായിരിക്കുക. ഇനി ഇവിടെ കണ്ടീഷൻ കൊടുത്തു n = 0. അപ്പോൾ എന്നിൽ വാല്യൂ 0 അല്ലേ? അപ്പോൾ ഈ കണ്ടീഷൻ ട്രൂ ആയില്ലേ? ട്രൂ ആകുമ്പോൾ നേരെ ഇങ്ങോട്ടല്ലേ വരിക? സി ഔട്ട് സ്ട്രിങ്സ് ആർ സെയിം. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇനി ഔട്ട്പുട്ടായിട്ട് കിട്ടുക. റൺ ചെയ്ത് നോക്കാം. സ്ട്രിങ്സ് ആർ സെയിം. അപ്പോൾ ഇതാണ് ആ ഫങ്ഷൻ. അപ്പോൾ ഇതോടുകൂടി സ്ട്രിങ് ഫങ്ഷൻസ് കംപ്ലീറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, ഇനി ഈ ബിൽഡിൻ ഫംഗ്ഷനിൽ 2 കാറ്റഗറിയും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് എന്നുള്ളൊരു കാറ്റഗറിയും ഡിസ്കസ് ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ ക്യാരക്ടർ ഫംഗ്ഷൻ എന്നുള്ളൊരു കാറ്റഗറിയും ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകളിലായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.